കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തങ്കശ്ശേരി 51 നമ്പർ ഡിവിഷന്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഡെപ്യൂട്ടി മേയർ മധു ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കോർപ്പറേഷനിൽ 6ഓളം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ ഉദ്ഘാടനമാണ് വിവിധ ഇടങ്ങളിലായി നടന്നത്. തങ്കശ്ശേരിയിൽ നിലവിലുള്ള ജനകീയമായ പല വികസന പ്രവർത്തനങ്ങളും തുടർച്ചയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെയാണെന്ന് അധ്യക്ഷനായ ഡിവിഷൻ കൗൺസിലർ സ്റ്റാൻലി പറഞ്ഞു. ഇത്തരത്തിൽ ഒരു ആരോഗ്യ കേന്ദ്രം കൂടി തങ്കശ്ശേരിക്ക് ഉണ്ടാകുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകിയിട്ടുള്ള കൊല്ലം നഗരസഭയുടെ ഭരണസമിതിയുടെ സാരഥികളായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ മധു, മരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവ് സോമൻ, കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർമാരായ എം ടോമി, GR മിനിമോൾ എന്നിവരെ പ്രശംസിക്കുകയും ചെയ്തു. ഇപ്പോൾ 15-20 വയസ്സ് കഴിയും തന്നെ വെളുക്കുകയല്ലേ, നരയ്ക്കുകയല്ലേ, മെലാനിയം കൂടുകയാണ് ശരീരത്ത്. അധ്വാനവും ഇല്ല. അപ്പൊ അധ്വാനിക്കണം. ഏറ്റവും കുറച്ചും മരുന്ന് കൊടുക്കുന്നതാ ഏറ്റവും നല്ല ഡോക്ടർ. ഇപ്പൊ ഏറ്റവും കൂടുതൽ മരുന്ന് എഴുതി കൊടുക്കുന്നതാണ് ഡോക്ടറുടെ ജോലി. കമ്മീഷൻ കിട്ടും. അപ്പൊ അതെല്ലാം മേടിച്ച് നമ്മൾ കഴിക്കുക. ഒരു മരുന്ന് കഴിച്ചാൽ മറ്റൊരു രോഗം ഉണ്ടാകുക, ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോൾ മറ്റൊരു രോഗം ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ആരോഗ്യ കേന്ദ്രം തുടങ്ങുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് നമ്മുടെ ശരീരക്ഷമതയ്ക്ക് ഒരുപാട് ആയാസകരമായ ജോലി ചെയ്യണം. ഡോക്ടർ ദേവ്കിരൺ ആശംസയും കടവൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉബൈദത്ത് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അശോക് കുമാർ, CPI ലോക്കൽ സെക്രട്ടറി മനോജ് കുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് ഫിലിപ്പ്, BJP ജില്ലാ കമ്മിറ്റി അംഗം അജിത് അമ്മച്ചിവീട്, ആശാപ്രവർത്തകരായ മുന്താസ് സെൽസ, പുഷ്പ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കോർപ്പറേഷൻ സെക്രട്ടറി RS അനു നന്ദി പറഞ്ഞു. കർദൽ ന്യൂസ് കൊല്ലം.